ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ചെയ്തതാണ്. ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പ്രത്യേകതരം ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമുക്ക് വേണ്ടത് നല്ല പച്ചമാങ്ങയാണ് കേട്ടോ. പച്ചമാങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക. കല്ലിലിട്ട് നന്നായിട്ട് ചതച്ച് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തൊലി കളയണമെങ്കിൽ തൊലി കളയാം. തൊലി കളയുന്നില്ലെങ്കിൽ നന്നായിട്ട് കഴുകി നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. ഞാനിവിടെ തൊലിയൊന്നും കളയുന്നില്ല, അതുപോലെ തന്നെ അങ്ങോട്ട് ചതച്ചെടുക്കുവാണേ. അപ്പം ഇങ്ങനെ ചതയ്ക്കുമ്പം ഇങ്ങനെ അവിടെ ഇവിടെയായിട്ടൊക്കെ പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു പിടിച്ചാണ് കേട്ടോ. അത് ഇങ്ങനെ കുത്തനെ പിടിച്ച് ഇങ്ങനെ ചതച്ച് കഴിഞ്ഞാൽ പോകത്തില്ലെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് ചതച്ച് നോക്കുവാണ് കേട്ടോ. പക്ഷെ ആദ്യത്തെ ഇടിക്കലിൽ തന്നെ കുറേയൊക്കെ തെറിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കുറേ നേരം കഴിഞ്ഞ് ഞാൻ ഇതങ്ങ് ചതച്ച് അരച്ചങ്ങ് എടുക്കുവാണേ. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്ര നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കാം. അടുത്തരക്കൽ ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ അരപ്പിനകത്ത് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കല്ലിലിട്ട് അരയ്ക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് തന്നെയാണ് കല്ലിലിട്ട് അരയ്ക്കുന്നത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പച്ചമുളക് തന്നെയാണ് കേട്ടോ. ഞാനിവിടെ പച്ച കളറിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് നമ്മുടെ ചിക്കന് നല്ല എരിവ് വേണ്ടേ. ഇഞ്ചി ആയാലും പച്ചമുളകായാലും ഇട്ട് നന്നായിട്ട് എരിവ് വേണം. കുരുമുളകൊന്നും ഇടുന്നില്ല കേട്ടോ ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നല്ല എരിവ് വേണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മുളക് പൊടി നമ്മുടെ പിരിയം മുളക് പൊടിയാണ്, വലിയ എരിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഇഞ്ചിയും നമ്മുടെ പച്ചമുളകും കൂടെ കൂടുതലിടുന്നത്. പിന്നെ നമ്മുടെ മാങ്ങ ഇതുവരെ ആരും ചേർക്കാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ ബാറ്റർ റെഡിയാക്കുമ്പോഴത്തേക്കും ആരും മാങ്ങ ചേർത്തിട്ടില്ല. പക്ഷേ മാങ്ങ അരച്ച് ചേർത്ത് ഒരു ഗ്രേവി ഉണ്ടാക്കി നോക്കണം. അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. നല്ല പുളിയും ആ പുളിയൊക്കെ ഉള്ള ആ ഗ്രേവിക്കകത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഗ്രേവി തന്നെ നമ്മൾ ലേശം ഒന്ന് ഈ ചിക്കനകത്ത് പെരട്ടിക്കഴിഞ്ഞ് അത് വറുക്കാൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കോരി മാറ്റി എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്കിത് നമ്മുടെ ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് മുക്കി കഴിക്കാം. അപ്പോൾ അതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുക്കുവാണ് കേട്ടോ. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കനിലേക്ക് നമ്മുടെ അരപ്പൊക്കെ പുരട്ടി കൊടുക്കണം. അപ്പം ഞാൻ അരപ്പിട്ടതിന് ശേഷമാണ് കേട്ടോ ഓർത്തത് നമ്മുടെ വരഞ്ഞില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അരപ്പിട്ടതിന് ശേഷം പിന്നെ വരഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ മാങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെയാണ് കേട്ടോ. ഇത് നമുക്കിനി നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അത് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ വരയുന്ന കാര്യം ഓർത്തത് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ട് മസാലകളൊന്നും പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. ഈ മസാലയൊക്കെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് പറ്റുന്ന ഭാഗങ്ങളിലെല്ലാം ഒന്ന് വരഞ്ഞ് റെഡിയാക്കി എടുക്കുക നമ്മുടെ ചിക്കനെ. നമ്മളിതിനകത്ത് ലേസി ചേർക്കുന്നുണ്ട്, പപ്പടം ചേർക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മാങ്ങ, ഇത്രയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഒറിഗാനോ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പിസയ്ക്കൊക്കെ ഇടുന്നില്ലേ, നല്ല മണവും രുചിയുമാണ് കേട്ടോ അത് ഇടുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൂടുതൽ അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന സംഭവങ്ങളെ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകണം. വരഞ്ഞു കഴിഞ്ഞ് ഇനി മുളക് പൊടി ചേർക്കണം. പിന്നെ നമ്മുടെ ഉപ്പ് ചേർക്കണം, തൈര് ചേർക്കാനുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇനി ചേർക്കാനുള്ള സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പപ്പടം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ പപ്പടം നമ്മളെടുത്ത് ഇടുവാണേ. അപ്പം നമ്മളിത് ഇത് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് ഉടനെ പോയി പപ്പടം വറുത്തോണം കേട്ടോ. അപ്പോൾ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞു, നമ്മളത് ഇട്ടു. പിന്നെ നമ്മുടെ തൈരാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ തൈരും കൂടി ഇട്ടിട്ട് നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതിന് മുമ്പ് നമ്മുടെ ലേസ് ഇട്ടിട്ടില്ല, ലേസ് ഇടണം. ഇനി ലേസും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുഴക്കണം. ലേസ് ഇടുന്ന കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ, അതുകൊണ്ടാണ് ഈ കുഴയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയത്. ഇനി നമുക്ക് നമ്മുടെ ലേസ് പൊട്ടിച്ച് ഇടുന്നതിന് മുമ്പേ നമ്മൾ ഉപ്പിട്ടില്ല, ഉപ്പും ചേർക്കുക. ഉപ്പ് മാത്രമല്ല ഒറിഗാനോയും ചേർക്കുന്നുണ്ട്. ആ സംഭവം ഒരു ലേശം നമുക്കൊരു പാകം അറിയാമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ലേസ് പൊട്ടിച്ച് ഇടുവാണേ. ഏതെങ്കിലും ഒരു ലേസ് മതി. ഇതിൻ്റെ ടേസ്റ്റ് ഇടുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കാൻ നേരത്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാ എന്ന് മനസ്സിലാകുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ട് പുരട്ടിയെടുക്കണം. നമ്മുടെ കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് പപ്പടമൊക്കെ പൊടിച്ചെടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കണം. ഓരോരുത്തരുടെയും ഉപ്പിൻ്റെയും മുളകിൻ്റെയൊക്കെ അളവ് പലതരമായിരിക്കുമല്ലോ. അപ്പം ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക, ഇടുക. പിന്നെ നമ്മളിവിടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇവിടെ പിരിയമുളകാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. പിരിയമുളക് അല്പമേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ആ എരിവായിരിക്കും കൂടുതലും നിൽക്കുന്നത് കേട്ടോ. കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് പുരട്ടി യോജിപ്പിച്ച് നമ്മുടെ ചിക്കനിലേക്ക് വെക്കുവാണ് കേട്ടോ. ഇനി നമ്മൾ വേറൊരു സംഭവം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചിക്കനൊക്കെ റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ മയോണൈസ് കഴിക്കുന്ന പോലെ എന്തെങ്കിലും സൈഡായിട്ട് എന്തെങ്കിലും ഒരു ചട്നി വേണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത പണി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു തക്കാളി, ഒരു സവാള, 2-3 വെളുത്തുള്ളി അല്ലി, അല്ലെങ്കിൽ പിന്നെ പച്ചമുളകും കൂടെ. അപ്പോൾ അത്രയും നമ്മൾ ചേർത്ത് ഇതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല, ഓൾറെഡി നല്ല എരിവുണ്ട്. അതിൻ്റെ കൂടെ ചട്നിക്കും കൂടെ എരിവ് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ തക്കാളിയും സവാളയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അകത്തേക്ക് വെക്കുവാണ് കേട്ടോ. ഇത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് അവസാനം നന്നായിട്ട് വേകും കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മളിതെല്ലാം റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ അരക്കല്ലിൽ വെച്ച് അരച്ച് ഒരു ചട്നി ആക്കും കേട്ടോ. അപ്പം നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് ഞാനിവിടെ തീ എത്തിക്കുവാണ് കേട്ടോ. നമ്മൾ അടുപ്പിലിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ചൂട്ടും കൊതുമ്പും ഒക്കെ വെച്ച് നമ്മുടെ തീ ഇവിടെ കത്തിക്കുവാണ് കേട്ടോ. നേരത്തെ അരപ്പ് പരത്തിയ ആ പാത്രത്തിൽ തന്നെയാണ് നമ്മുടെ ചിക്കൻ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആ പാത്രം കഴുകുന്നൊന്നുമില്ല, നമ്മുടെ ഗ്രേവി അതിനകത്തുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. അപ്പം നമ്മൾ ആ പാത്രം തന്നെ എടുത്ത് നമ്മൾ അടുപ്പിലോട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു, തീയൊക്കെ കത്തുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ നല്ല രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് വെക്കണം. ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ച് കുറേ എണ്ണയ്ക്കകത്തിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് ഉള്ള എണ്ണയിൽ അങ്ങ് വറുത്തെടുത്താൽ മതി, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടുപ്പിലിരുന്ന് തീയൊക്കെ കത്തി വരട്ടെ, എണ്ണയൊക്കെ ചൂടായി വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ റെഡിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-15-20 മിനിറ്റോളം നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കി വെക്കണം കേട്ടോ. നമ്മുടെ ചീനച്ചട്ടി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി കേട്ടോ. അപ്പം പെട്ടെന്ന് നമ്മൾ എണ്ണ ഒഴിക്കാൻ താമസിച്ചത് കൊണ്ടാണ് അങ്ങനെ കരിഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു, നമ്മുടെ ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓടിപ്പോയി വാഴയില പിച്ചതെന്ന് വെച്ചാൽ ഇതിനനുസരിച്ചുള്ള അടപ്പ് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ വാഴയിലയാണ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വാഴയില കഴുകിയെടുക്കാവേ. വാഴയില നമ്മൾ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് വാഴയിലേക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കിത് നമ്മുടെ ചിക്കൻ്റെ മണ്ടയ്ക്കോട്ട്, അതായത് നമ്മുടെ ചട്ടിയുടെ മണ്ടയ്ക്കോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മൂടുന്ന നമ്മുടെ ഈ വാഴയിൽ തന്നെയാണ് കേട്ടോ നമ്മളിതെടുത്ത് കഴിക്കേണ്ടത്. നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇത് മൂടിക്കൊടുക്കുവാണ് കേട്ടോ. അപ്പം മൂടിയൊക്കെ കൊടുത്തു. ഇനി നമുക്കിത് വറുത്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത കടമ്പ. നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഇരുന്ന് തീയും പുകയൊക്കെ കൊള്ളണം. നല്ല തീയും പുകയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് തീയിട്ട് കൊടുത്ത് കത്തിച്ച് നാശമാക്കരുത് നമ്മുടെ ചിക്കനെ. കുറച്ച് തീയിട്ട് കൊടുക്കുക, വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം ചൂട്ടാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. കുറേശ്ശെ വെന്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു സൈഡ് മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ ആ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഇതിൻ്റെ. അപ്പം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പം നമ്മുടെ ആദ്യത്തെ വാഴയില പോയി, വീണ്ടും നമ്മൾ അടുത്ത വാഴയിലൊക്കെ വെട്ടാൻ പോയി കേട്ടോ. അപ്പം നമുക്ക് വാഴയിലൊക്കെ വെച്ച് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ തക്കാളി, അതുപോലെ തന്നെ
നമ്മുടെ സവാള, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇത്രയും നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ എടുത്തു. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അരച്ചെടുത്ത് നമുക്ക് ഇതിൻ്റെ ഗ്രേവി ആക്കി നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പെരട്ടിയ ആ മസാലക്കൂട്ടുണ്ടല്ലോ, ആ മസാലക്കൂട്ട് ഞാൻ വറുക്കുന്നതിൻ്റെ മൊരിയുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തു. നമ്മൾ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഗ്രേവി മതി ഇതിന് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതും കൂടെ അരച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് സൈഡ് ഡിഷായിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ച് അരച്ചൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ആ വാഴയിലേക്കകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ നാരങ്ങ നീരും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ആ പച്ചമാങ്ങയുടെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു ഈ ഗ്രേവി. ആ ഗ്രേവിക്കകത്താണെങ്കിലും ഈ ചിക്കനകത്ത് പെരട്ടിയതാണെങ്കിലും ആ പച്ചമാങ്ങയുടെയും വിനാഗിരിയുടേതും. അയ്യോ, നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ ആ ആദ്യം അരച്ച അരപ്പിനകത്ത് വിനാഗിരി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വിനാഗിരിയും കൂടെ ചേർത്താണ് നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നത്. അതും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.